എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല, നിങ്ങൾ എന്ത് കുത്തിരിപ്പായി കുത്തിരിക്കണേ? ഞമ്മളിങ്ങനെ കുത്തിരിന എനക്കെന്താണ് കുഴപ്പം? എന്റെ താല്പര്യത്തിനനുസരിച്ച് മാറി മാറിയിരിക്കാന്ന് ഞമ്മക്ക് പറ്റൂല. നിങ്ങൾ എങ്ങനെ കുത്തിരിഞ്ഞാലും ഞമ്മക്ക് കുഴപ്പമില്ല. ചോറ് മിടുങ്ങാൻ നേരത്ത് മീൻകറി ഇല്ലേ സൂറാബിയെ, മീൻ പൊരിച്ചതില്ലേ, കരിച്ചതില്ലേ, ഒലത്തിയതില്ലേ എന്നൊന്നും ചോദിച്ച് ഞമ്മളെടുത്ത് പറഞ്ഞേക്കരുത്. നീ എടുത്ത് ഇരുന്നോളണോ? പറച്ചോനെ, മീനില്ലാണ്ട് നമുക്ക് ചോറിറങ്ങൂലാലോ. ഏതായാലും അങ്ങാടി പോയി കുറച്ച് മീൻ വാങ്ങി വരാം. സൂറാബി, ഈ തേങ്ങ അരച്ചു വെച്ചോളി, ഞമ്മള് മീനും വാങ്ങി സട്ടേന്ന് വരാം. എന്താ ചെയ്യാ, ഓരോ പുലിവാലും. പണ്ടേ വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ നാട്ടില്ലാത്ത പൈസ കൊടുത്ത് മീൻ മേടിക്കേണ്ടി വരികയല്ലേനും. എന്തോ താനാരാന്നോ? അത് ചോദിക്കാൻ താനാരാടോ? ഇയാളെന്തിനാ ചൂടാവണേ? ഞാനൊരു പാട്ട് പാടിയതല്ലേ. താനാര തന്താര തന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇതെന്തൊരു നാറ്റാണ്ടോ. അല്ലോ, ഞമ്മളെ മൂക്കിന്റെ പാലം പൊളിഞ്ഞുവല്ലോ. അനക്കൊന്ന് കുളിച്ച് പല്ലേച്ച് നടന്നോട് ചങ്ങായി. ഇത് എവിടുന്നാണ് നാറ്റം? പടച്ചോനെ, ഈ കവറിന്നാണല്ലോ നാറ്റം. എന്താ കവറില്? ഇത് മീനാ. ഞാൻ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ ഇറങ്ങിയതല്ലേ. അനക്ക് വിവരണ്ടോ? ഇത്രയും ചീഞ്ഞ് നാറിയ മീന് ചെല്ലാണ്ട് വാങ്ങുവോ? ആരാ മീൻ എനിക്ക് തന്നത്? നമ്മുടെ കലന്താക്കയോടാ വാങ്ങി. ഇങ്ങോട്ട് വാ, ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വരീണ്ട. ഈ ഗഫൂർ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനൊരു അനീതി നമ്മൾ സമ്മതിക്കൂല. ഈ വാ കലന്താൻക. എടോ കലന്താൻക. എന്താ ഗഫൂറെ? വരും വരും, പെടക്കണ മത്തിണ്ട്. രണ്ട് പടക്കാനാണ് നമ്മൾ വന്നത്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച്? ഈ പാവൻ ഞങ്ങായിക്ക് ചീഞ്ഞു നാറിയ മീൻ കൊടുത്ത് പറ്റിക്കാണ്. നടക്കൂല. ഗഫൂർ സമ്മതിക്കൂല. അള്ളാനെ സമ്മതിക്കൂല. ചീഞ്ഞു നാറുന്ന മീനാ? ഞാനിന്ന് ഓന് മീൻ വിറ്റിട്ടില്ലടോ. തോന്നിയ ദിവസം പറയാ. എടോ കള്ളൂടിയാ, ഈ കൽതാക്കാനോടല്ലേ നിങ്ങൾ മീൻ വാങ്ങിയേ? അത് ഇയാള് തന്നെയാ. യെസ്, പക്ഷേ ഇന്നല്ല വാങ്ങിയത്, മെനിയാന്ന. സോറി, ഇതുവരെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ സമയം കിട്ടിയില്ല, ബിസിയായി പോയി. പറച്ചോനെ, ഇനി ഇവിടെ നിന്നാല് തെരണ്ടിനെ മുറിക്കും പോലെ കൽതാക്കാൻ ഞമ്മള് മുറിക്കും. മുങ്ങാം.